ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എനിക്കും മക്കൾക്കൊന്നും സ്കൂളില്ലാത്ത ഒരു ദിവസത്തെ കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണിക്കുന്നത്. രാവിലെ മുതലേ മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പം അകത്തുള്ള കുറച്ച് പണികളൊക്കെ തീർത്ത് അകടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നേരെ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. അപ്പോഴേക്കും മഴയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മുറ്റത്ത് ഒരുപാട് ചമ്മലുണ്ട്. കാരണം 2-3 ദിവസമായിട്ട് അടുപ്പിച്ച് മഴയാണ്. അതുകൊണ്ട് തന്നെ മഴ ചോർന്ന നേരമല്ല കേട്ടോ. അടിച്ചു വാരാനൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അടിച്ചു വാരിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നാണ് അടിച്ചു വാരുന്നത്. മഴക്കാലത്ത് മുറ്റടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അല്ലേ. അങ്ങനെ ആകുമ്പോൾ കുറച്ചായിട്ട് ഓരോ ഭാഗത്ത് അടിച്ചു വാരി ഇങ്ങനെ കൂട്ടിയിടും. എന്നിട്ട് അത് മുറത്തേക്ക് വാരിയിട്ട് കൊണ്ടുപോയിടാറാണ് ചെയ്യാറ്. അല്ലെങ്കിൽ എത്ര അടിച്ചു വാരിയാലും ഇലകൾ അങ്ങോട്ടും നീങ്ങൂല, നനവുള്ളതുകൊണ്ട്, മുറ്റം നനവുള്ളതുകൊണ്ട്. അങ്ങനെ ഫ്രണ്ടൊക്കെ അടിച്ചു വാരി റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും മഴ പെയ്തു കേട്ടോ. ബാക്കി ഭാഗം അടിച്ചു വാരാൻ പറ്റിയില്ല. അത് പിന്നീടാണ് അടിച്ചു വാരിയത്. അടിച്ചു വാരാൻ ലിച്ചൂസും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളും കുറച്ച് ഭാഗമൊക്കെ അടിച്ചു വാരി ഇതുപോലെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാനത് വാരി കൊണ്ടുപോയിട്ടു. സത്യം പറഞ്ഞാൽ മഴക്കാലത്ത് മുറ്റത്തോട്ട് ഇറങ്ങാൻ തന്നെ മടിയാണ് കേട്ടോ. ആകെ ചളി പിളിയായിരിക്കും. എനിക്ക് ചെറിയ രീതിയിൽ ജലദോഷമൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു പനി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സൗണ്ടൊക്കെ അടഞ്ഞിരിക്കുന്നത്. ഒരുമാതിരി സൗണ്ടൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ മുറ്റടിച്ചു വാരലൊക്കെ കഴിഞ്ഞപ്പോൾ ലേശം മുരിങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ നിന്നാണ് കേട്ടോ ഈ മുരിങ്ങ കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ ലിച്ചൂസിനോട് കുറച്ച് ഒടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ കൊണ്ടുവന്നതാണ് കേട്ടത്. ഇന്നത്തേക്ക് ഉച്ചക്ക് മുരിങ്ങ താളിപ്പാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ മീനൊന്നും കിട്ടാറില്ല കേട്ടോ. കിട്ടാറില്ല എന്ന് പറഞ്ഞാൽ വാങ്ങാറില്ല. ഇപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പം മീൻ വാങ്ങുന്നത് നല്ലതല്ല, അത് കഴിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് മീൻ വാങ്ങാറില്ല കേട്ടോ. ഉണക്കമീൻ കൊണ്ടുവരാറുണ്ടായിരുന്നു, അതും കഴിഞ്ഞിട്ടുണ്ട്. ഉച്ചക്കത്തേക്ക് എന്തെങ്കിലുമൊക്കെ തട്ടിയൊപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുരിങ്ങാത്താളിപ്പാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു ടൈമിലും മുറ്റത്ത് നല്ല മഴയാണ് കേട്ടോ. ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. ചോരും പെയ്യും, പിന്നെയും ചോരും, അങ്ങനെയാണ് കേട്ടോ ഇന്നത്തെ ദിവസം. ഉച്ചത്തേക്ക് എന്തെങ്കിലുമൊക്കെ തട്ടിയൊപ്പിക്കാമെന്ന് പറഞ്ഞല്ലോ. ഫ്രിഡ്ജിൽ മുട്ട ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം മുട്ട പൊരിക്കാമെന്ന് വിചാരിച്ചു. വൈകുന്നേരത്തിന് ചെറിയ പറഞ്ഞു നമുക്കിന്ന് ബീഫ് എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്ന്. അങ്ങനെ ഉച്ചക്ക് മുരിങ്ങാത്താളിപ്പും മുട്ട പൊരിച്ചതു കേട്ടോ. പിന്നെ ഞാൻ ഇട്ട നല്ല നാരങ്ങച്ചാറുണ്ട്, അതും കൂടെ കൂട്ടിയിട്ടുണ്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുരിങ്ങയൊക്കെ ഊരി കഴിഞ്ഞപ്പം അതൊന്ന് കഴുകാമെന്ന് വിചാരിച്ചു. മുരിങ്ങ കഴുകിയിട്ടാണ് കേട്ടോ താളിക്കാറ്. നമ്മുടെ ഗ്യാസും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാവിലെയാണ് കഴിഞ്ഞിട്ടുള്ളത്. ഇനി ശനിയാഴ്ച വരണം ഗ്യാസ് നിറച്ച് കിട്ടാൻ. ഇവിടെ ഒരു കുറ്റിയേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ശനിയാഴ്ച വരെ വിറകന്നെ കത്തിക്കണം. ബുദ്ധിമുട്ടാണ് മഴക്കാലത്ത് കേട്ടോ. വേനലാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഗ്യാസ് കഴിഞ്ഞാലും അത്ര പ്രശ്നമില്ല കേട്ടോ. എനിക്ക് റബ്ബർ ചുള്ളിയൊക്കെ കിട്ടിയാലും മതി. പക്ഷേ മഴക്കാലത്ത് ഗ്യാസ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. എന്തായാലും ശനിയാഴ്ച ആവട്ടെ, ഇൻഷാ അല്ലാഹ് നിറക്കണം. അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് മുട്ടയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം മുരിങ്ങ ഒന്ന് താളിച്ചു. മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കിയിട്ട് ആ അടുപ്പിൽ തന്നെ നമുക്ക് മുട്ടയും കൂടെ പെട്ടെന്ന് പൊരിച്ചെടുക്കാം. ആ 2 പണികളേ ഉള്ളൂ. പിന്നെ അച്ചാറുണ്ട്, നാരങ്ങ അച്ചാറിട്ടിട്ട് ഉണ്ട് കേട്ടോ. നാരങ്ങയും പിന്നെ അതിലേക്ക് നമ്മുടെ കാന്താരി മുളകൊക്കെ ഇട്ടിട്ടുള്ളൊരു അച്ചാറാണ്. സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല കേട്ടോ. അങ്ങനെ മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മുടെ അപ്പച്ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പച്ചട്ടിയിൽ മുട്ട പൊരിക്കാമെന്ന് വിചാരിച്ചു. സവോളയൊക്കെ അരിഞ്ഞിട്ടിട്ടാണ് കേട്ടോ പൊരിക്കുന്നത്. മക്കൾക്ക് ഇഷ്ടമാണ് സവോളയൊക്കെ അരിഞ്ഞിടുന്നത്. എനിക്ക് സവോള വേണമെന്നൊന്നുമില്ല. നല്ല കുരുമുളക് പൊടിയൊക്കെ ഇട്ട് പൊരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഞാൻ സവോളയൊക്കെ ഇട്ടിട്ട് പൊരിക്കാമെന്ന് വിചാരിച്ചു മക്കൾക്ക് വേണ്ടിയിട്ട്.
കറികളൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. മുരിങ്ങ താളിച്ചതും പിന്നെ നല്ല മുട്ട പൊരിച്ചതും നമ്മുടെ നാരങ്ങച്ചാറും കൂടെ കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ മീനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പൂതിയായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ദിവസം കഴിക്കാതിരിക്കുമ്പോൾ ഒരാഗ്രഹമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ചെറിയ പണി കയറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ചായക്കുള്ള കടിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും കൊണ്ടുവരണം, ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ അപ്പച്ചി വന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചായ കുടിക്കാം. അങ്ങനെ ഞാൻ പാൽ ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയ വന്ന ഉടനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചു. അപ്പോഴേക്കൊക്കെ ടൈം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ചില ദിവസം നേരത്തെ വരും, ഇന്ന് കുറച്ച് നേരം വൈകിയിട്ടുണ്ട്. അല്ലെങ്കിലും ഞങ്ങളെ 4 മണിക്കത്തെ ചായ കുടി കഴിഞ്ഞാൽ ചെറി വരുമ്പോൾ വീണ്ടും ഒപ്പിരുന്ന് എല്ലാവരും കുടിക്കും കേട്ടോ. ആ ടൈമിൽ ചെറി എന്തെങ്കിലും കൊണ്ടുവരും. ആ 4 മണിക്കൊന്നും ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കടികളൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. ചെറി വരുമ്പോൾ പിന്നെ എന്തായാലും ചെറിൻ്റെ വക എന്തെങ്കിലും ഉണ്ടാവും, അല്ലാതെ വന്നാൽ മക്കൾ വീട്ടിലേക്ക് കയറ്റൂല. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പം ഞാൻ ബീഫൊക്കെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ബീഫ് വരട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ബീഫ് അങ്ങനെ വരട്ടൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. കൊണ്ടുവന്ന ബീഫിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് നാളത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരത്തിന് മാത്രമല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ കുറച്ച് മാത്രം മതി. അതുകൊണ്ട് ബാക്കിയുള്ളതിന് നാളെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. രാത്രിയിലും നല്ല മഴയായിരുന്നു കേട്ടോ. മഴയാവുമ്പോൾ മുറ്റത്തോട്ട് ഇറങ്ങാൻ തന്നെ മടിയാണ് കേട്ടോ. നല്ല തണുപ്പുമാണ്, ഓടിട്ട വീടും കൂടെ അല്ലേ, നല്ല തണുപ്പാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ജലദോഷം പിടിച്ചതുകൊണ്ട് തന്നെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എന്തൊക്കെയോ പോലെ കേട്ടോ, ഒരു ഉഷാറൊന്നുമില്ല. എന്തായാലും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്